ജസ്റ്റ് സിമ്പിൾ റെസിപ്പീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ സ്വാദിഷ്ടമായ ചിക്കൻ ഗ്രേവി എങ്ങനെ തയ്യാറാക്കാമെന്നാണ് കാണിക്കുന്നത്. അതിനു മുമ്പായി നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മറക്കാതെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. തയ്യാറാക്കുന്നതിനായി ഒരു 3 സവാള നീളത്തിലൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. കുറച്ച് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. ഇത് അരിയേണ്ട ആവശ്യമൊന്നുമില്ല, ഇങ്ങനെ തന്നെയാണ് വേവിക്കാൻ ഇട്ട് കൊടുക്കുന്നത്. ഇഞ്ചിയും വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഒരു കുക്കറിലേക്ക് അരിഞ്ഞു മാറ്റി വെച്ചിരിക്കുന്ന സവാളയും ചെറിയ ഉള്ളിയും ചേർത്ത് കൊടുത്തൊന്ന് വഴറ്റിയെടുക്കണം. ഉള്ളി നന്നായി വഴണ്ടി കിട്ടുന്നതിന് വേണ്ടിയാണ് കുക്കറിൽ ഇട്ട് കൊടുക്കുന്നത്. ഇതിലേക്ക് കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളവും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തൊന്ന് 3 വിസിൽ വരുന്നവരെ ഒന്ന് വേവിച്ചെടുക്കാം. 1.5 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി എടുത്തതാണ്. ഇതിനകത്ത് ഇനി മസാലകളെല്ലാം പുരട്ടി ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതിനായി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ടേബിൾ സ്പൂൺ മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1.5 ടീസ്പൂൺ പെരിഞ്ജീരകം, 1/4 ടീസ്പൂൺ ഗരം മസാല, ആവശ്യത്തിന് ഉപ്പ്, 1/4 കപ്പ് തൈര്, വെളിച്ചെണ്ണ കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. മസാല എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് അടച്ചു വെച്ച് 15 മിനിറ്റോളം റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് മസാലയെല്ലാം പുരട്ടി വെച്ചിരുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം. കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. വളരെ കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ചിക്കനകത്തു നിന്നുള്ള വെള്ളം ഇറങ്ങി ചിക്കൻ നന്നായിട്ട് വെന്ത് കിട്ടും. അതുകൊണ്ട് വളരെ കുറച്ച് മാത്രം വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് വേവിച്ച് മാറ്റി വെച്ചിരുന്ന ഉള്ളി ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 2 തക്കാളി എടുത്തിട്ടുണ്ട്. എരിവിനാവശ്യമായ പച്ചമുളകും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്നും കൂടി മിക്സ് ചെയ്യാം. കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂണോളം ഓയിലും കൂടെ ചേർത്ത് നന്നായിട്ടൊന്നും കൂടെ മിക്സ് ചെയ്ത ശേഷം നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം. നമ്മുടെ ചിക്കൻ കറി എല്ലാം തിളച്ച് വറ്റി നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം. നല്ല കുറുകിയ ചാറോട് കൂടിയതും നല്ല സ്വാദിഷ്ടമായതും പൊറോട്ടയുടെയും ഇടിയപ്പത്തിൻ്റെയും അപ്പത്തിൻ്റെയും ചപ്പാത്തിയുടെയും നൈസ് പത്തിരിയുടെയും നെച്ചോറിൻ്റെയൊക്കെ കൂടെ കൂട്ടിക്കഴിക്കാൻ പറ്റിയ നല്ല സ്വാദുള്ള ചിക്കൻ കറിയാണിത്. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുകയും വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. ഇനി ഒരു ഈസി റെസിപ്പിയായിട്ട് കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.